വയനാട് പുഴുതന കുറവൻതോട് കാട്ടാനയിറങ്ങി. ഇന്നലെ രാത്രി പ്രദേശത്തെത്തിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. ഒരു മാസമായ കാട്ടാനക്കൂട്ടം എത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ നെടുമ്പാല, ഇന്നലെ രാത്രിയിലും ഒരു കാട്ടാനെ കാട്ടിലേക്ക് തുരത്തിയതാണ്. വീണ്ടും കാട്ടാന ഇറങ്ങി. എന്താണ് നിലവിലെ അവസ്ഥ? വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ മേപ്പാടിയിലായിരുന്നുവെങ്കിൽ ഇന്ന് പൊഴുതനയിലാണ് കാട്ടാനയുടെ ഇത്തരത്തിലൊരു ആക്രമണം അല്ലെങ്കിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കടക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ പൊഴുതന കുറുവൻതോട് എന്ന് പറയുന്ന ആ പ്രദേശത്ത് കാട്ടാന എത്തിയത്. ഇന്ന് പുലർച്ചെയോടെയാണ് കാട്ടാന ഈ ഒരു പ്രദേശത്ത് നിന്ന് പോയത്. ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു വലിയ ഭീതിയോടെയാണ് ഇപ്പോൾ ആളുകൾ കഴിയുന്നത്. കാരണം നിരന്തരമായി പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമുക്കറിയാം കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് പൊഴുതന ടൗണിൽ ഒരു 3 വിദ്യാർത്ഥികൾ ജീവൻ രക്ഷപ്പെടുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ പൊഴുതന ടൗണിനോട് ചേർന്ന് 1 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ് ഈ കുറുവൻതോട് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശമുള്ളത്. അപ്പം ഈ കാട്ടാനയുടെ സാന്നിധ്യം നിരന്തരം ജനവാസ മേഖലയിലേക്ക് എത്തുന്നു, വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നു, ആളുകളുടെ ജീവനടക്കം ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഓരോ ദിവസവും കടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായിക്കൊണ്ട് ഈ കാട്ടാന ശല്യത്തിന് പരിഹാരം വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്.